എല്ലാവർക്കും പി ആർ ഉണ്ടല്ലോ, എല്ലാ ആക്ടേഴ്സിനും പി ആർ ഉണ്ട്. പി ആർ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും. സോ ഇവരാരും അത് പുറത്ത് പറയില്ല. ബിക്കോസ് ആരെങ്കിലും ആഗ്രഹിക്കോ ഞാൻ എൻ്റെ ഈ കണ്ടന്റ് പുറത്തെത്തുന്നത് ഇന്നാൾ വഴിയാണെന്ന്. അത് ഓർഗാനിക്കലായി റീച്ച് ആയി എന്നല്ലേ നമ്മൾ ലൈക്ക് ഏത് ഇൻഫ്ലുവൻസറും ആരാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നതാണ് അത് ഓർഗാനിക്കലി എല്ലാവരും റീച്ച് ആയി. അതിൻ്റെ പുറകെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ല, ജനം അറിയുന്നില്ല. ആളുകൾ കേൾക്കുന്നുണ്ട് പി ആർ പി ആർ പി ആർ. പക്ഷേ ഈ കൊല്ലം അത് വിസിബിളായി. പി ആർ എന്താണെന്നും പി ആർ ചെയ്യുന്ന ആരൊക്കെയാണെന്നും വിസിബിളായി. അപ്പോൾ ഞാൻ വിസിബിളായപ്പോൾ ഞാൻ മറ്റുള്ളവരും കൂടി വിസിബിളാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺഫെയർ ആയിട്ടുള്ളൊരു അലിഗേഷൻ ആയിപ്പോയി. അനിമോൾക്ക് മാത്രം പി ആർ ഞാൻ പറഞ്ഞല്ലോ, പി ആർ എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി അനിമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി അനിമോളോട് പറഞ്ഞത് നിങ്ങൾക്ക് പി ആറിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് യു ഓൾറെഡി ഫേമസ്. പി ആർ എപ്പോഴും വേണ്ടത് എപ്പോഴും നമ്മളൊരു അണ്ടർ പ്ലേ നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ആരും അറിയാത്ത ഒരാൾ, അയാൾക്കൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ പി ആർ ചെയ്യുന്നത്. അല്ലാതെ ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ആൾക്ക്, ആ ഷോയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ആൾക്ക് പി ആറിൻ്റെ ആവശ്യമില്ല. അയാളുടെ കണ്ടന്റ് എന്ത് ചെയ്താലും അത് പുറത്തു വിടും. ബിക്കോസ് അയാൾ അവിടെ എടുക്കുന്ന പോലെ അയാളുടെ കണ്ടന്റ് പുറത്തു വിടാനാണ് അയാൾ അത്രയും. ഇപ്പോൾ ബിക്കോസ് അനിമോൾ എന്ന ഒരാൾ ചെറിയ പൈസക്കായിരിക്കും അവിടെ കയറിയിരിക്കുന്നത്, അത്യാവശ്യം ഡീസൻറ്റ് പേയ്മെൻറ്റിൽ കയറിയിരിക്കുന്നത്. അത്രയും പേയ്മെൻറ്റ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് അവർ തരുമെന്ന് ഉറപ്പ് ആ ചാനലുണ്ട്. അത്രയും കാശ് വാങ്ങി അവിടെ നിൽക്കുന്ന ഒരാളെ മാക്സിമം അവരെ പിഴിഞ്ഞ് അവരുടെ കണ്ടന്റ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ജോലി അവരും ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു പി ആർ ഇല്ലെങ്കിൽ പോലും അനിമോളുടെ കണ്ടന്റ് പുറത്തു വരും. പക്ഷേ ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് പി ആർ ഉണ്ടെന്നുള്ള അറിയെങ്കിലും ഈ പുറത്ത് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അതിനകത്ത് ബാക്കിയുള്ളവരോട് പറയാറില്ല. ഇത് അനിമോള് പറഞ്ഞു പോയതാണോ അത് അറിയാതെ നാവിന്ന് പോയതാണോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആണ്. ഇപ്പം നമ്മൾ പി ആർ ഇതുവരെ ലൈഫിൽ ഉണ്ടാവാത്ത ഒരാളായിരുന്നു അനിമോൾ. അപ്പോൾ ഇതുവരെ അനിമോളുടെ കണ്ടന്റ് എല്ലാം ഓർഗാനിക്കായിട്ട് ആൾക്കാരിലേക്ക് എത്തിയതാണ്. അതും സ്റ്റാർ മാജിക് എന്നുള്ള ഒറ്റ ഷോ ഉണ്ട്. ആ സ്റ്റാർ മാജിക് ഷോ ചെയ്തു, അതിനുശേഷം പുള്ളിക്കാരി ഒരു സീരിയൽ ചെയ്തു, അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഇതെല്ലാം പുള്ളിക്കാരി ഓർഗാനിക്കലായിട്ട് ഉണ്ടാക്കിയ ഒരു റീച്ചാണ്. ആ ഓർഗാനിക് റീച്ച് ഒരു പി ആർ സ്റ്റണ്ട് വഴി ഉണ്ടായതല്ല. അത്രയും റിയൽ ഫാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അനിമോൾ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. ഒരു പി ആർ ഫാൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പെയ്ഡ് ഫാൻസ് ആണ്. അവർ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണമെന്നില്ല. അവർ ആ കാശ് ആഗ്രഹിച്ചിട്ട് ഒരു 2000, 1000, 500 ചിലപ്പോൾ ഡെയിലി കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഫാൻസുകാരാണ്. അവർ കാശ് 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഇട്ടിട്ട് പോകും. അങ്ങനെ ബിക്കോസ് നമുക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഈ വ്യക്തിക്ക് ഓൾറെഡി ഓർഗാനിക് ആയിട്ടുള്ള ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഏഷ്യാനെറ്റിലെ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തികൾ ലൈക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം ആ കുട്ടീനെ അത്രത്തോളം ഇഷ്ടമാണ്. ആ കുട്ടിയുടെ ഒരു 12 വർഷത്തെ കരിയർ ഈ ജനങ്ങൾക്ക് അറിയാം, സ്റ്റാർ മാജിക് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അല്ലാതെ ആ കുട്ടിക്ക് 1.1 മില്യൺ ഫോളോവേഴ്സ്, സിനിമകളിൽ അധികം സജീവമല്ലാത്ത, മോഡൽ അല്ലാത്ത, ജസ്റ്റ് സ്റ്റാർ മാജിക് എന്നുള്ള ഷോയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾക്ക് അത്രത്തോളം ജനകീയപരമായിട്ടുള്ള വേറെ പ്രോഗ്രാംസും ഇല്ല. സോ അവരുണ്ടാക്കിയത് ഒരു മിനി സ്ക്രീൻ ഓഡിയൻസ് ആണ്. ആ മിനി സ്ക്രീൻ ഓഡിയൻസ് തന്നെയാണ് ബിഗ് ബോസ് കാണുന്നത്. അവരിലേക്ക് ഏറ്റവും പോപ്പുലാരിറ്റിയോടെ ചെല്ലുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്. ഞങ്ങളുടെ കുട്ടി വന്നല്ലോ, കാരണം ഇത്ര നാൾ അനിമോളെ കണ്ടിട്ടില്ല. ഒരു കൊല്ലത്തേക്ക് അനിമോളെ കാണാത്ത ഒരാൾക്ക് അനിമോളെ വീണ്ടും കാണാൻ പറ്റുന്നു. ഇത് ശരിക്കും ആരാ സമീപിക്കണം? ഇപ്പോൾ വരുമ്പോൾ ഓൾറെഡി പ്രൊഡിക്ഷൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പി ആർ എന്ന രീതിയിലേക്ക് അത്രത്തോളം സമീപനങ്ങൾ ഉണ്ടാവും. അനിമോൾ അങ്ങോട്ട് സമീപിച്ചാണ്, അനിമോൾ ഇങ്ങോട്ട് സമീപിച്ചാണ്. ഇല്ല, ഇത് തിങ് ഈസ് ലൈക്ക് ഇപ്പോൾ ബിഗ് ബോസ് ചർച്ചകൾ, ഇൻ്റർവ്യൂസ് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നമ്മൾക്ക് എൻക്വയറീസ് വരും. ഇപ്പോൾ നമ്മൾക്കും ഏഷ്യാനെറ്റിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും പ്രൊഫൈൽസ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കും എൻ്റെ പ്രൊഫൈൽ കൊടുക്കാൻ പറ്റുമോ. പല എക്സ് കണ്ടസ്റ്റൻസിനോട് അവർ ചോദിക്കും എൻ്റെ പ്രൊഫൈലോടെ കൊടുക്കും. ബിക്കോസ് ബിഗ് ബോസിൽ കയറണമെന്നുള്ളത് വലിയ ഡ്രീമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അനീഷിനെയൊക്കെ പോലെ. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ഇൻ്റർവ്യൂസിന് വേണ്ടി അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ബിഗ് ബോസിലേക്ക് എത്തിപ്പെടുമ്പോഴേക്കും അവർ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? പി ആർ ആണ്. എല്ലാ കണ്ടസ്റ്റൻറ്റും. ഞാൻ ഒരിക്കലും പറയില്ല പി ആർ അറിയാതെ അവിടെ നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുന്നു. പി ആർ എന്നുള്ള സംഭവം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നെവിൻ ഇല്ല, അല്ലെങ്കിൽ അനീഷ് ഇല്ല, ഞാനത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്? അനിമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട്, അനിമോൾക്കൊരു ആർമി ഗ്രൂപ്പ് ഉണ്ടാവാം, അനിമോൾക്ക് കുറച്ച് ഫാൻ പേജസ് ഉണ്ടാവാം. അതിൽ കൂടുതൽ എന്ത് പി ആർ ആണ് അനിമോൾക്കുള്ളത്? ഇതേ കാര്യങ്ങളെല്ലാം കണ്ടസ്റ്റൻറ്റിനും ഇല്ലേ? അനീഷിനില്ലേ? അപ്പോൾ അനീഷിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആളെ കൊടുത്തിട്ടില്ല. കാരണം ആ അക്കൗണ്ട് ആദ്യമേ 2000 ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ സെയിം ആണ്. പകരം ഒരു ഫാൻ പേജ് തുടങ്ങിയാലും സിമിലർ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. സോ അതേപോലെ പേജസ്, ഫാൻ പേജസ്, വാട്സപ്പ് ഗ്രൂപ്പ്സ്, ആർമി പേജസ്, കമൻറ്റ് ചെയ്യാൻ ആൾക്കാർ, ഇതെല്ലാം അനീഷിനുണ്ട്, ഇതെല്ലാം അക്ബറിനുണ്ട്, ഇതെല്ലാം അവിടെയുള്ള ഓരോരോ കണ്ടസ്റ്റൻ്റുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആരുള്ളത്? ഒരു ആർമി പേജ് പോലും ഇല്ലാത്ത,
അങ്ങനെ വെച്ച് നോക്കണം നമ്മൾക്ക്. ഇത് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്നില്ലെങ്കിൽ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ പലരും പറയുന്നത് സുഹൃത്തുക്കളെ എന്നെ ഏൽപ്പിച്ചുള്ളത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അഡ്മിൻ വേറെ രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങൾ. പേജുകൾ ഡീൽ ചെയ്യുന്നതും അതിനപ്പുറത്തേക്ക് അവനവൻ്റെ വീഡിയോസ് കാര്യങ്ങളും അവനവനെ കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാക്കുക, കുറേ കൂടി റീച്ച് ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് രണ്ടാം തലം പോകാറുണ്ട്. ഇതിന് മറ്റൊരു തലം വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി അപകടമാവുന്നത് അവിടെയാണ്. ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പുറത്തേക്ക് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറച്ചുകൂടി ഡീഗ്രേഡ് ചെയ്യുക സംഭവം ചെയ്യുന്നത്. ഇതാണ് കുറേ കൂടി പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ PR-നെ കുറച്ചുകൂടി നെഗറ്റീവായി കാണുന്നത് ഇതുകൊണ്ടായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെ ഈ ഡീഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കണം. PR അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡീഗ്രേഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വർക്കാണ്. നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കണ്ടൻസ് എഡിറ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് എഡിറ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് അത്രത്തോളം അത് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റിനും ഗുണം ഉണ്ടാവില്ല. അത് ലോജിക്കാണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഷാനവാസ് എന്നൊരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അയാളെ ഡീഗ്രേഡ് ചെയ്താൽ എങ്ങനെയാണ് അനിമോൾക്ക് ബെനിഫിറ്റ് ആവുന്നത്? അല്ലെങ്കിൽ അക്ബറിനെ ചെയ്താൽ എങ്ങനെ അനിമോൾക്ക് ബെനിഫിറ്റ് ആവും? അങ്ങനെയാണ് ഇവർ എല്ലാവരും പറയുന്നത്. 25 കണ്ടസ്റ്റൻറ്റിനെയും ഡീഗ്രേഡ് ചെയ്യുന്നത് അനിമോളുടെ PR-ആണ്. 25 പേരെയും ഞാൻ ഈ ആളെ ഇരുത്തി ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടിക്കലാണോ? ഇപ്പൊ മറ്റൊരാളെ മോശമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് കുറയുമ്പോൾ ഇവിടെ വോട്ട് കൂടിയില്ലെങ്കിലും ഈ വോട്ട് ബാക്കിയുള്ളവരുടെ വോട്ടിംഗ് കുറയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിലനിൽക്കില്ലേ? അല്ല, അത് അവിടെയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റുന്നത്. ആർക്കെതിരാണ് ഡീഗ്രേഡിങ് കൂടുന്നത് അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടും. അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീഗ്രേഡിങ് 2 രീതിയിലുണ്ട്. അതായത് ചില ആൾക്കാർ ഇപ്പോൾ ഒരു സ്ത്രീയെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവും. ഒരു പുരുഷനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പാവം ഇയാൾ എന്തിനാ ഇങ്ങനെ പറയണത് അങ്ങനെ പറയും ഒരു സൊസൈറ്റി. സോ നിങ്ങളിപ്പോൾ ഞാൻ പറയണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് അനിമോളെ പൊക്കിയടിച്ചിട്ടുള്ള PR-ആണോ അല്ലെങ്കിൽ അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്നതാണോ? ഡീഗ്രേഡിങ് ആണ് എല്ലായിടത്തും. ഞാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് പ്രൊമോ തൊട്ട് ഇന്നലത്തെ പ്രൊമോ ഇപ്പോൾ ഇട്ട പ്രൊമോയിലടക്കം അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്ന പല കമൻറ്റ്സ് അതിൽ കാണാം. ഇതാരാ ചെയ്യുന്നത്? മനസ്സിലായി? അപ്പോൾ അനിമോൾ കിട്ടുന്ന 1% പോലും ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടുന്നില്ല. മനസ്സിലായി? പക്ഷേ ഇവരെല്ലാവരും കൺസേൺഡ് ആണ്. കാരണം എല്ലാവരും ആ ഷോയിൽ വരുമ്പോൾ എന്ത് വന്നാലും അവർക്ക് കുറച്ച് ഹെയ്റ്റ് സ്പീച്ച് വരും. അത് ആ ഷോയിൽ ഇതുവരെയുള്ള ആൾക്കാർക്ക് ഉള്ളതാണ്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ആ ഹെയ്റ്റ് സ്പീച്ച് മാറ്റാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ സീസണിൽ എന്താ ഹെയ്റ്റ് സ്പീച്ച് കൂട്ടാനാണ് നോക്കുന്നത്. ചിലപ്പോൾ അവർക്ക് റെലവൻ്റ് ആവാൻ വേണ്ടി അവർ തന്നെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. കാരണം ചുമ്മാ നമുക്ക് നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റെലവൻറ്റ് ആവാം. ഈ നെഗറ്റീവ് ആൾക്കാർക്ക് കുറച്ചും കൂടി റെലവൻസി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പോൾ എത്രത്തോളം നെഗറ്റീവായ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റിയാസ് സലീം. പുള്ളിക്കാരൻ പക്ഷെ അത് പോസിറ്റീവാക്കി അതിനെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് അതിനെ കൊണ്ടുനടന്നു. ജാസ്മിൻ മൂസ എത്ര നെഗറ്റീവായ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പബ്ലിക്കിനിടയിലായിരുന്നു. പക്ഷെ അവരുടെ ടാലൻറ്റ് കൊണ്ട് അവരുടെ കഴിവുകൊണ്ട് അവർ പോസിറ്റീവായി. ഈ പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ എത്രത്തോളം ആൾക്കാരെ സപ്പോർട്ട് ചെയ്തവരാ ചാലഞ്ചറായിട്ട് വന്നപ്പോൾ. ഇതേപോലെ ഓരോരുത്തരും നമ്മൾക്ക് ഈ സീസണിൽ നമ്മൾ തന്നെയാണ് നമ്മളെ നെഗറ്റീവ് ആക്കുന്നത് പോസിറ്റീവ് ആക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. നമ്മൾക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. അപ്പോൾ അവർ പോസിറ്റീവോ നെഗറ്റീവോ ആണോ എന്ന് ജനം തീരുമാനിക്കും. ഒരു ഷോയിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് ലൈഫ് ലോങ് അവർക്ക് ഹെയ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഷോയുടെ മിസ്റ്റേക്കാണ്. ആ ഷോ അവരെ കാണിച്ചത് അങ്ങനെയാണ്. ആ ഷോ അവരങ്ങനെ കാണിച്ചു, ജനങ്ങളുടെ മൈൻഡിൽ അത് പതിഞ്ഞു. അതൊരിക്കലും ഒരു ഡീഗ്രേഡിങ് അല്ല. ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനിമോൾക്കെതിരെ വന്ന കുറച്ച് ഡീഗ്രേഡിങ് കമൻറ്റ്സ് ഉണ്ട്. അനിമോൾ 2 പ്രാവശ്യം അബോർട്ടഡ് ആണ്, ഞാൻ ആ ഹോസ്പിറ്റൽ സ്റ്റാഫായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കമൻ്റൊക്കെ വന്ന് ഇങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കമൻറ്റ് വേറെ ആൾ കാണുന്നു. റെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡിറ്റ് അറിയാലോ, റെഡിറ്റിൽ എനി ടീ ഓൺ അനിമോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്നത് പല കഥകളാണ്. സോ ഇതെല്ലാം ഈ കഥകൾ വിശ്വസിച്ച് അപ്പുറത്ത് കൊണ്ട് വേറെ കമൻറ്റ് ഇട്ടും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അനിമോൾ അങ്ങനെയായിരുന്നു. കുറേ അനിമോളുടെ ഫാമിലി, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലിക്ക് കുറേ അറ്റാക്ക് വന്നാൽ പോലും നിങ്ങൾ ലൈവിൽ വന്നൊന്നും പറയണ്ട. ഇങ്ങനെ വന്നൊന്നും പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ സിമ്പതി വോട്ട് പിടിക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ അവരെ ലൈവിലൊരു സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ഇന്നിപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കണം, ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസമല്ലേ ഞങ്ങൾ വീഡിയോ ഇട്ടേ. കാരണം അക്ബറിൻ്റെ ഫാമിലി വീഡിയോ ഇടുന്നു, ഇവരുടെ ഫാമിലി വീഡിയോ ഇടുന്നു, എല്ലാവരുടെ ഫാമിലി വീഡിയോ ഇടുന്നു. നമ്മൾ മാത്രമൊന്നും ചെയ്തില്ലെങ്കിൽ അനിമോൾ വിചാരിക്കില്ല എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല എന്ന്. ബിക്കോസ് ഞാൻ പറഞ്ഞത് വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ എന്തിട്ടാലും നെഗറ്റീവ് കമൻസാണ്.